വി ക്യാൻ ബി റീപ്ലേസ് അറ്റ് എനി ടൈം. നമ്മൾ വെറും നമ്പറാണ്. നമ്മളെ ഏത് സമയത്തും നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളത് റിയലൈസ് ചെയ്തിട്ടുണ്ടോ? ക്യാൻ യു ബി റീപ്ലേസ്ഡ് ബൈ സംബഡി എൽസ് ഇഫ് യു ഡോണ്ട് ഗോ ടു വർക്ക്? ഓഫ് കോഴ്സ് നമ്മളെ റീപ്ലേസ് ചെയ്യാൻ എനി ടൈം നമ്മുടെ ഓർഗനൈസേഷന് പറ്റും. ദേ വിൽ ഗെറ്റ് എ റീപ്ലേസ്മെൻറ്റ്. ബട്ട് വി ആർ നോട്ട് റീപ്ലേസബിൾ ഫോർ അവർ ഫാമിലി. നമ്മുടെ മക്കൾക്ക് ഒരു അമ്മയെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഹസ്ബൻഡിന് ഒരു വൈഫിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. റീപ്ലേസ് ചെയ്യാമായിരിക്കാം, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദ സെയിം. സോ നമ്മളത് റിയലൈസ് ചെയ്യണം. വി ആർ നോട്ട് റീപ്ലേസബിൾ ഇൻ അവർ ഫാമിലി. വി ആർ ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ഫാമിലി. സോ അങ്ങനെ വരുമ്പം നമ്മളൊരു വർക്ക് ഇഞ്ചുറി ആയിട്ട് നമ്മൾ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എത്തി. നമുക്ക് ഷോൾഡർ ഇഞ്ചുറി ആയി, അല്ലെങ്കിൽ ബാക്ക് ഇഞ്ചുറി ആയി, അല്ലെങ്കിൽ കാലിന് ഇഞ്ചുറി ആയി, നീ ഇഞ്ചുറി ആയി, എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്ന് നമുക്ക് ജോലിക്ക് പോകാൻ മേലാത്ത ഒരു അവസ്ഥ, ബീയിങ് ഇൻ എ ബെഡ്, അൺഏബിൾ ടു ഡു എനിത്തിങ്. നമ്മൾ അന്നേരമായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത്, ഐ ഷുഡ് ഹാവ് ടേക്കൺ എ സ്റ്റെപ്പ് ടു തിങ്ക് അബൌട്ട് എ പ്ലാൻ ബി. അങ്ങനെയാണ് ഞാനും 2 വർഷം മുന്നെയാണ് ഒരു പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെയാണ് ഞാനൊരു ഡിജിറ്റൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ പേര് ജാൻസി. ഞാനൊരു ക്ലിനിക്കൽ നേഴ്സായിട്ട് ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്നു. അതിനോട് കൂടിയാണ് ഇങ്ങനെയൊരു പ്ലാൻ ബിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചത്. കാരണം എന്നാന്ന് വെച്ചാൽ എൻ്റെ വർക്ക് പ്ലേസിൽ ഒരുപാട് പേര് വർക്ക് ഇഞ്ചുറി ആയി അവർ വീട്ടിലിരിക്കേണ്ട അവസ്ഥയിൽ വന്നപ്പോഴാണ് ഞാനും ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്ലാൻ ബിയെ കുറിച്ച് നേരത്തെ തന്നെ ആലോചിക്കും. ഞാൻ ചെയ്യുന്ന ഈ ഡിജിറ്റൽ ബിസിനസ് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇപ്പോൾ ഈ 2 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നു. ഈ ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു ജോലിയിൽ മാത്രം ആശ്രയിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് റിയലൈസ് ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ബിയെ കുറിച്ച് ചിന്തിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളും ഒരു പക്ഷേ ഇപ്പോഴെങ്കിലും നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പ്ലാൻ ബിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു ഡിജിറ്റൽ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യണം. താഴെ ഒരു ലേൺ മോർ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒരു കോംപ്ലിമെൻ്ററി വെബിനാർ നിങ്ങൾക്ക് കിട്ടും. അത് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം വെദർ യു വാണ്ട് ടു സ്റ്റാർട്ട് ദിസ് ബിസിനസ് ഓർ നോട്ട്. സോ ഇത്ര നേരം എന്നെ കേട്ടതിന് നന്ദി. നമസ്കാരം.